ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ജസിൽ ആർക്കെ മാസ്റ്റേജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ വന്നിരിക്കുന്നത് കറൻസി നോട്ട് ബസ് നാഷിക്കിലുള്ള മഹാരാഷ്ട്രയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കറൻസി പ്രിൻ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി നോട്ട്സൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് ആൻഡ് മിൻറ്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് SPMCIL. ഒരു കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മിനിരത്ന കമ്പനിയാണ്. 2006 ആരംഭിച്ചത്. അതായത് ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്ന് വെച്ചാൽ കറൻസി നോട്ട് പ്രിൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കോയിനുകൾ പ്രിൻ്റ് ചെയ്യുക, സെക്യൂരിറ്റി നോട്ട്സുകൾ പ്രിൻ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെയാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടി. അതിലേക്കിപ്പോൾ ഒരുപാട് അവസരം വന്നിട്ടുണ്ട്, ഒരുപാട് വേക്കൻസികളുണ്ട്. അതിലേക്കാണ് നിങ്ങൾക്കിപ്പോൾ 100 കണക്കിന് വേക്കൻസി വന്നിട്ടുണ്ട്. അതിലേക്കാണ് നിങ്ങൾക്കിപ്പോൾ അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുക. അതിൽ വന്നിട്ടുള്ള പ്രധാന പോസ്റ്റുകളൊന്ന് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റാണ് വെൽഫെയർ ഓഫീസർ. സാലറി വരുന്നത് 29,740 മുതൽ 1,03,000 രൂപ വരെ സാലറി ലഭിക്കും. ഒരു പോസ്റ്റേ ഉള്ളൂ. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ് പോസ്റ്റ് ഉള്ളത്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സോഷ്യൽ സയൻസ് ഉള്ളവർക്ക്, അല്ലെങ്കിൽ BSW MSW ഇതുപോലുള്ള സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. രണ്ടാമത്തെ പോസ്റ്റാണ് സൂപ്പർവൈസർ ടെക്നിക്കലി. സാലറി വരുന്നത് 25,600 രൂപ മുതൽ 95,910. 10 പോസ്റ്റ് ഉണ്ട്. അൺറിസർവ്ഡിന് 6, SCക്ക് 1, OBCക്ക് 2, EWS കാറ്റഗറിക്ക് 1 പോസ്റ്റ് എന്നിവയാണുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പ്രിൻറ്റിങ്ങിലുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക്, അല്ലെങ്കിൽ BTech BE BSc എഞ്ചിനീയറിംഗ് പ്രിൻറ്റിങ്ങിൽ തന്നെയുള്ള BTechോ BEയോ BSc ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓൺലൈൻ എക്സാമിനേഷനാണ്. മൂന്നാമത്തെ പോസ്റ്റ് സൂപ്പർവൈസർ ടെക്നിക്കൽ ഓപ്പറേഷൻ. സാലറി വരുന്നത് സെയിം തന്നെയാണ്, 25,600 മുതൽ 95,910 വരെ. 5 പോസ്റ്റ് ഉണ്ട്. SCക്ക് 3, OBCക്ക് 2. അതും മുകളിൽ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ തന്നെ, ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech BE BSc പ്രിൻറ്റിംഗ് ടെക്നോളജിയിലുള്ള 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ എക്സാമിനേഷൻ തന്നെയാണ്. പിന്നെയുള്ള പോസ്റ്റാണ് നാലാമത്തെ പോസ്റ്റാണ് സൂപ്പർവൈസർ ഒഫീഷ്യൽ ലാംഗ്വേജ്, അതായത് ഹിന്ദി ഇംഗ്ലീഷ് അതിലുള്ള ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 25,600 രൂപ മുതൽ 95,010 വരെയാണ്. ടോട്ടൽ പോസ്റ്റ് 1 ഉണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റെക്കഗ്നൈസ്ഡ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെയുള്ള മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 1 വർഷത്തെ ഹിന്ദി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ എക്സ്പീരിയൻസും വേണം. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ എക്സാമിനേഷനാണ്. അടുത്ത പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലെവൽ B4 പോസ്റ്റാണ്. 23,910 മുതൽ 85,570 രൂപ വരെയാണ് സാലറി വരുന്നത്. ടോട്ടൽ 1 പോസ്റ്റാണ്. അൺറിസർവ്ഡ് കാറ്റഗറിക്കാണ്. എനി ഗ്രാജുവേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ടൈപ്പിംഗ് സ്പീഡ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ ഉള്ള 80 വേർഡ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷനാണ്. പിന്നെ സ്റ്റെനോഗ്രാഫി അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റാണ് ആറാമത്തെ പോസ്റ്റ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ്. 21,540 മുതൽ 75,160 രൂപ വരെയാണ് സാലറി വരുന്നത്. ടോട്ടൽ 6 പോസ്റ്റ് ഉണ്ട്. അൺറിസർവ്ഡിന് 3, OBCക്ക് 3 എന്നിങ്ങനെയാണ് പോസ്റ്റ്. എനി ഡിഗ്രി ഉള്ളവർക്ക് 55% മാർക്കോടുകൂടി എനി ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ 30 വേർഡ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 40 വേർഡ് പെർ മിനിറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷനാണ്. ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റാണ് 7ാമത്തെ പോസ്റ്റ് ജൂനിയർ ടെക്നിക്കൽ പ്രിൻറ്റിംഗ് കൺട്രോൾ ലെവൽ 1 പോസ്റ്റാണ്. 18,780 രൂപ മുതൽ 65,390 രൂപ വരെയാണ് സാലറി. ടോട്ടൽ പോസ്റ്റ് SCക്ക് 15, STക്ക് 7, OBCക്ക് 28, EWSന് 10, അൺറിസർവ്ഡിന് 44, അങ്ങനെ 104 പോസ്റ്റ് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇതിലാണ് വന്നിട്ടുള്ളത്. ഫുൾ ടൈം ITI പ്രിൻ്റ് ടെക്നോളജിയിൽ പ്രിൻറ്റിംഗ് ട്രേഡിൽ അല്ലെങ്കിൽ ലിത്തോ ഓഫ്സെറ്റ് മെഷീൻ മൈൻഡർ അതുപോലുള്ള പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ITI ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. NCVT സർട്ടിഫിക്കറ്റ് NAC NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ എക്സാമിനേഷനാണ്. അടുത്ത പോസ്റ്റാണ് ജൂനിയർ ടെക്നീഷ്യൻ. ടെക്നീഷ്യൻ്റെ സാലറി വരുന്നത് 18,780 രൂപ മുതൽ 65,000
390 രൂപ വരെയാണ്. മൊത്തം അതിൽ തന്നെ 4 കാറ്റഗറി വരുന്നുണ്ട്. മെക്കാനിക്കലിലേക്ക് 8 വേക്കൻസികളിൽ അൺറിസർവ്ഡിന് 5, OBCക്ക് 2, SCക്ക് 1. ഫുൾ ടൈം ITI സർട്ടിഫിക്കറ്റ്, മെക്കാനിക്കൽ ഫുൾ ടൈം ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 1ാമത്തെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. NCVT സർട്ടിഫിക്കറ്റ്. 2ാമത്തെ പോസ്റ്റായിട്ടുള്ള എയർ കണ്ടീഷനിങ് 2 പോസ്റ്റ് ഉണ്ട്. അൺറിസർവ്ഡിന് തന്നെയാണ് 2 പോസ്റ്റും. ഫുൾ ടൈം ITI NCVT എയർ കണ്ടീഷനിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ടോട്ടൽ പോസ്റ്റുകളിൽ 8 അൺറിസർവ്ഡിന് 5, അടുത്ത പോസ്റ്റായിട്ടുള്ള ഇലക്ട്രിക്കലിൽ അൺറിസർവ്ഡിന് 5, SCക്ക് 1, OBCക്ക് 1 ആണുള്ളത്. അതിൽ ഫുൾ ടൈം ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത ഇലക്ട്രോണിക്സ് പോസ്റ്റിലേക്ക് 4 പോസ്റ്റാണുള്ളത്. അൺറിസർവ്ഡിന് 3, OBCക്ക് 1 പോസ്റ്റുമാണുള്ളത്. ഫുൾ ടൈം ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് NCVT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇലക്ട്രോണിക്സിൽ ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മൊത്തം 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓൺലൈൻ എക്സാമിനേഷന് ആണ്. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ഓരോരോ ട്രേഡിലുള്ള സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ എക്സാമിനേഷന് മുന്നേ ആയിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുക. ഓൺലൈൻ എക്സാമിനേഷന് മുന്നേ ആയിരിക്കും. ചിലപ്പോൾ ഓൺലൈൻ എക്സാമിന് ശേഷമായിരിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഫൈനൽ സെലക്ഷനൊക്കെ നിങ്ങളുടെ ഓൺലൈൻ എക്സാമിനേഷൻ്റെ മാർക്കിലും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റിൻ്റെ മാർക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷന് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മറ്റു ക്രൈറ്റീരിയാസൊക്കെ നമുക്കൊന്ന് നോക്കാവുന്നതാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ആണ്. ഓൺലൈൻ രജിസ്ട്രേഷന് 4/1/2022 ഈ മാസം 4-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 25-ാം തീയതി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസാന തീയതി 25-ാം തീയതി വരെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. ഇതിൻ്റെ എക്സാമിനേഷൻ ഒരു ഫിക്സ്ഡ് ഡേറ്റ് ആയിട്ടില്ല. പ്രതീക്ഷിക്കുന്നത് ഫെബ്രുവരി, മാർച്ച് എന്നിവിടങ്ങളിലായിരിക്കും എക്സാമിനേഷൻ നടക്കുക. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക nashik.spemcil.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഓക്കെ, ഇതിലേക്ക് അപ്പർ ഏജ് ലിമിറ്റ് വരുന്നത് SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കും. പ്രായം കൂടിയവർക്കും ഇതിലേക്ക് അതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. SC/ST OBC ഇതിലേക്കുള്ള എക്സാമിനേഷൻ ഫീസാണ് അൺറിസർവ്ഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ OBC കാറ്റഗറിക്ക് 600 രൂപയാണ് ഫീസ്. നോൺ റീഫണ്ടബിൾ ആണ്, തിരിച്ച് കിട്ടൂല. SC/ST PWD കാൻഡിഡേറ്റ്സിനും 200 രൂപയാണ് ഫീസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും. പിന്നെ റെസ്പെക്റ്റീവ് ട്രേഡിലുള്ള സ്കിൽ ടെസ്റ്റും ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. ഓരോ റെസ്പെക്റ്റീവ് ട്രേഡിലും ഉള്ള അല്ലെങ്കിൽ ഓരോ റെസ്പെക്റ്റീവ് പോസ്റ്റിലേക്കുള്ള അതിനുള്ള സിലബസ്, എക്സാമിനേഷൻ്റെ സിലബസ് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. പിന്നീട് നമുക്ക് നോക്കാനുള്ളതാണ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനാണ് നടക്കുന്നത്. ഓൺലൈനായിട്ട് മാത്രമേ ആപ്ലിക്കേഷൻ സ്വീകരിക്കുള്ളൂ. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷനാണ് ചെയ്യേണ്ടത് 1ാം ഘട്ടമായിട്ട്. 2ാം ഘട്ടമായിട്ട് ഫീസ് പേയ്മെൻറ്റ് ചെയ്യുക. പിന്നെ സിഗ്നേച്ചർ നിങ്ങളുടെ ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് 3rd പ്രൊസീജിയർ. അതോടുകൂടി ആപ്ലിക്കേഷൻ പൂർത്തിയാവും. അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലിങ്കാണ് http://cnp/nashik.spemcil.com എന്ന വെബ്സൈറ്റ് വഴി ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൽ കയറിയാൽ കരിയേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് ശേഷം അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടിച്ചാൽ നിങ്ങൾക്ക് അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്താവുന്നതാണ്. പിന്നെ അതിനുശേഷം 2nd ഘട്ടമായിട്ട് നിങ്ങളുടെ ഫീസ് അടയ്ക്കുക. പിന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും അപ്ലോഡ് ചെയ്യുക. അതോടുകൂടി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ മാസം 22 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. ഫീസ് നിങ്ങൾക്ക് 25-ാം തീയതി വരെ അടയ്ക്കാവുന്നതാണ്.
ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്ത് ഗൈഡ് ലൈൻസിനും ഇവരുടെ ആപ്ലിക്കേഷന് ഡൗൺലോഡ് ചെയ്തത് വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. 100 കണക്കിന് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.